വാട്ടർമെലൺ കൃഷി ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വളപ്രയോഗം എന്ന് പറയുമ്പോഴേക്കും നടുന്ന സമയം മുതൽ ഏതാണ്ട് ഒരു 50 ദിവസം 55 ദിവസം വരെ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഇതിന് ന്യൂട്രിയൻസ് കൊടുക്കണം. ഏറ്റവും സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 രീതിയിൽ വാട്ടർമെലൺ നമുക്ക് കൃഷി ചെയ്യാം. തൈ നേരെ പോട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ട്രെയിൽ വളർത്തിയിട്ട് വീണ്ടും അതിനെ ഇങ്ങോട്ട് ഒരു 15 ദിവസം ആകുന്ന സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് തൈനെ വളർത്തിയെടുക്കാം. അതല്ല എങ്കിൽ വിത്ത് നേരെ ഇതിൻ്റെ മൾച്ചിങ് ഷീറ്റിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് 40 സെൻറ്റിമീറ്റർ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നല്ലത് എപ്പോഴും ട്രെയിൽ വിത്ത് പാകി, പലപ്പോഴും പറയാറുള്ളത് പോലെ ട്രെയിൽ വിത്ത് പാകി വിത്തിൻ്റെ കരുത്തനുസരിച്ചിട്ട് തന്നെ തൈ നട്ട് വരുത്തുകയാണ് ഉൽപ്പാദനം നമുക്ക് ഉറപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗം. അപ്പോൾ ആ വിത്ത് നമ്മൾ ട്രെയിൽ മുളപ്പിച്ച് ഒരു 12 ദിവസം ആകുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് തൈക്ക് നമുക്ക് ഒരു സ്പ്രേ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആ സ്പ്രേ കൊടുക്കുന്നതിനകത്ത് എക്സൽ എന്ന് പറയുന്ന ഒരു സീവീഡ്, അത് 2 മില്ലി 1 ലിറ്റർ വെള്ളം എന്നുള്ള അളവിലും അതിൻ്റെ കൂടെ MAP എന്ന് പറയുന്ന വളം 1261 എന്ന് പറയുന്ന വളവും എക്സലും കൂടി ചേർത്ത് 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിലെടുത്തിട്ട് നമ്മൾ ട്രെയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ചെടി നമ്മൾ പറിച്ച് നടുന്ന സമയത്ത് ഒരു ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ചെടിക്കുണ്ടാവും. ആ ഷോക്കിനെ മിനിമൈസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുകൂടാതെ വളരെ വേഗത്തിൽ നമ്മൾ പറിച്ച് നടുന്ന തൈ വേര് മണ്ണിലേക്ക് ഇറങ്ങാനും വളരെ വേഗത്തിൽ വളരാനുമായിട്ട് ഈ MAP എന്ന് പറയുന്നത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളം, എക്സൽ എന്ന് പറയുന്നത് 2 മില്ലി 1 ലിറ്റർ എന്ന അളവിൽ ചേർത്തിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് 2 ദിവസം മുൻപായിട്ട് ട്രെയിൽ നമ്മളൊരു സ്പ്രേ കൊടുത്ത് നമ്മൾ തയ്യെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഈ ട്രെയിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഫാർമർക്കുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു അളവിൽ ഉള്ള ലായനി കൊണ്ട് നമുക്കിത് മൊത്തത്തിൽ നമുക്ക് തളിക്കാൻ പറ്റും. പറിച്ച് നട്ടതിന് ശേഷം നമ്മൾ ഇതിനെ സ്പ്രേ ചെയ്യാൻ നിന്നാൽ കൂടിയ അളവിലുള്ള ലായനി വേണ്ടി വരും. കൂടുതൽ മരുന്ന് അല്ലെങ്കിൽ ഈ എക്സലും MAP പോലുള്ള വളങ്ങൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരും. അത് എപ്പോഴും ട്രെയിൽ കൊടുക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടുന്ന വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുന്ന സമയത്ത് ഹൈസോൾ എന്ന് പറയുന്ന വേരിൻ്റെ വളർച്ച കൂട്ടാനുള്ള ഒരു വളമുണ്ട്. അതിനകത്ത് ഫോസ്ഫറസ് ആണ് മെയിനായിട്ട് കൂടുതൽ വരുന്ന ഒരു ഘടകം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതുകൂടാതെ മൈക്രോന്യൂട്രിയൻ്റ് ഉണ്ട്. ഹ്യൂമിക്, ഫൾവിക്, സീവീഡ്, അമിനോ, ഇത്രയും കണ്ടന്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഹൈസോൾ എന്ന് പറയുന്ന ആ ഒരു വളവും എക്സൽ എന്ന് പറയുന്ന വേര് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആ ലിക്വിഡ് കൂടിയിട്ട് നമുക്ക് ഡ്രിപ്പിൽ കയറ്റിവിടാം. അപ്പോൾ ഡ്രിപ്പിൽ കയറ്റി വിടുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട അളവ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അളവും സമയവും വളരെ പ്രാധാന്യത്തിൽ നമ്മൾ കാണേണ്ട 2 ഭാഗങ്ങളാണ്. ഒരു ഏക്കറിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് 1 ലിറ്റർ എക്സലും 3 കിലോ ഹൈസോളും, അതാണ് ഒരു ഏക്കറിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഡ്രിപ്പിൽ കൊടുക്കേണ്ട അളവ്. അത് 5 ദിവസം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് 5 ദിവസം പ്രായമാകുമ്പോൾ ഡ്രിപ്പിൽ ഈ പറയുന്ന മിശ്രിതം നമ്മൾ കയറ്റിവിടുക. കയറ്റിവിട്ടതിന് ശേഷം വീണ്ടും 8ാമത്തെ ദിവസം ആകുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ വളർത്തുന്ന തൈകളെല്ലാം കൃഷി ചെയ്യുന്നതെല്ലാം ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ആയതുകൊണ്ട് ന്യൂട്രിയൻ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. സാധാരണ കൃഷിയിൽ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇതിനെ വളപ്രയോഗം ക്രമീകരിച്ചാൽ ഒരിക്കലും ആദായം കിട്ടുകയില്ല. അസുഖ രീതികൾ ഭയങ്കരമായ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ കുറയ്ക്കണമെങ്കിൽ പോഷകങ്ങൾ കൃത്യമായ അനുപാതത്തിൽ കൊടുക്കണം. 8ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഹൈസോൾ എന്ന് പറയുന്ന ആ ഒരു ന്യൂട്രിയൻറ്റ് 3 കിലോ അത് മാത്രമായിട്ട് കൊടുക്കുക. ഒരു ഏക്കറിലേക്ക് ഡ്രിപ്പിൽ 8ാമത്തെ ദിവസം ഹൈസോൾ വീണ്ടും കൊടുക്കുക. ഇത് കഴിഞ്ഞ് 10 ദിവസം എത്തുന്ന സമയത്ത് മറക്കാതെ കൊടുക്കേണ്ട ഒരു ഭാഗമുണ്ട്. വേരിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന മണ്ണിൽ സ്വാഭാവികമായിട്ട് കാണുന്ന വാം എന്ന് പറയുന്ന ഒരു മിത്ര ജീവാണുവുണ്ട്. ആ വാമിനെ നമ്മൾ ഡ്രിപ്പിൽ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ വേരിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നടക്കും. മണ്ണിലെ വളം വലിക്കാനായിട്ട് ചെടീനെ നന്നായിട്ട് സഹായിക്കും. അത് ലിക്വിഡ് രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. ആ ലിക്വിഡ് രൂപത്തിൽ ലഭ്യമായിട്ടുള്ള വാം ഓരോ കമ്പനികൾക്കും പല ഡൈലൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. ആ ഡൈലൂഷൻ മനസ്സിലാക്കിക്കൊണ്ട്
അതിന് ആനുപാതികമായിട്ട് ഒരു ഏക്കറിലേക്ക് കൊടുക്കുക. എന്നിരുന്നാലും സാധാരണ ലഭ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഒരു ഏക്കറിലേക്ക് 1 ലിറ്റർ എന്ന് പറഞ്ഞൊരു അളവിൽ നമുക്ക് അതുവരെ കൊടുക്കാവുന്നതാണ്. 500 ഗ്രാം 500 മില്ലി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റ് ലേബിൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. പല പ്രൊഡക്റ്റ് ലഭ്യമായതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു 500 മുതൽ 1 ലിറ്റർ വരെയുള്ള ഒരു അളവ് ഒരു ഏക്കറിലേക്ക് ഒരു ഡ്രിപ്പിൽ നമ്മൾ കൊടുക്കുക. അതിൻ്റെ കൂടെ എക്സൽ 1 ലിറ്റർ ആഡ് ചെയ്യുക. ഹൈസോൾ എന്ന് പറയുന്ന വളം ഒരു 3 കിലോ. അത് 10ാമത്തെ ദിവസം നമ്മൾ കൊടുക്കണം. 10ാമത്തെ ദിവസം ട്രിപ്പിൽ കൊടുക്കേണ്ടത് എക്സൽ 1 ലിറ്റർ, ഹൈസോൾ 3 കിലോ, വാം ലിക്വിഡ് 1 ലിറ്റർ. ഇത് ഫസ്റ്റ് ഫേസിൽ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് പറിച്ച് നട്ട് ട്രെയിൽ വളർത്തിയിട്ട് പറിച്ച് നടുന്ന ചെടിയാണെങ്കിൽ പറിച്ച് നട്ട് കഴിഞ്ഞ് ഒരു 10 ദിവസം വരെ നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗ രീതികൾ ഇതാണ്. ഈ പറയുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കരുത്തോടുകൂടി ചെടി വളരുകയും മാക്സിമം ബ്രാഞ്ചസ് ഇതിനകത്ത് വരികയും ചെയ്യുള്ളൂ. തണ്ണിമത്തൻ കൃഷിയിലെ ആദ്യ 10 ദിവസത്തെ ഈ വിളപരിപാലന വീഡിയോയുടെ പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിക്ക് മുൻപ് നമ്മൾ തണ്ണിമത്തൻ്റെ വീഡിയോ ചെയ്തപ്പോൾ 1 ഏക്കറിൽ നിന്ന് നമുക്ക് 25 ടൺ ഉൽപ്പന്നം വിളവെടുക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിൽ പലവർക്കും അതൊരു വിശ്വസിക്കാൻ ഒരു ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വിശ്വസിക്കാതിരിക്കാൻ ഒരു കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി നമ്മൾ വളം നൽകുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും നിഷ്പ്രയാസം നമ്മൾക്ക് വിളവ് നേടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.